ശ്രീ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇത് സസ്പെൻഷൻ ഒരു നടപടിയൊന്നുമല്ല, ഒരു അത് പാർട്ടിയുടെ കാര്യമാണ്, അവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്നാലും ഒരു നടപടി എന്ന് പറയുമ്പോൾ ആണ് നടപടിയൊന്നും സംബന്ധിച്ചിടത്തോളം സസ്പെൻഷൻ താൽക്കാലികമായി അവർ തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന് കൂടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് മാത്രമാണ്. ഇത്രയെങ്കിലും നടപടിയെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനോ MLA സ്ഥാനം രാജിവയ്പ്പിക്കാനോ ഉള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് അപൂർവങ്ങളായിട്ടുള്ള കേസാണ്. ആ സഹോദരിയുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ നിന്നെ കൊല്ലാൻ വലിയ പാടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിൽ കൊലക്കുറ്റം ആരോപണ കേസ് പ്രശ്നമാണതിൽ. മറ്റൊന്ന് നിയമവിരുദ്ധമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അവർ തന്നെ പറയുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപൂർവങ്ങളായിട്ടുള്ള കേസെന്ന്. ചില കേസുകൾ പിന്നെ കോടതി പറയുമല്ലോ ഇത് അപൂർവങ്ങളായിട്ടുള്ള കേസാണെന്ന്, അതേപോലത്തെ ഒരു കേസാണിത്. എനിക്കത്ര ക്ലിയർ അല്ല അത്. ഞാൻ അങ്ങേ കൊല്ലാൻ വലിയ പാടാണെന്ന് ചോദിച്ചാൽ അതൊരു കൊലക്കുറ്റത്തിൻ്റെ ഒരു ഉണ്ടല്ലോ, അതാണ് പറഞ്ഞത്. ഇത് കോൺഗ്രസിന്റെ സ്ത്രീകളോടുള്ള സമീപനത്തിന് ഇരട്ട പ്രഖ്യാപനങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിന് യോജിച്ചതല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ ആകെ മാറിയിരുന്നു ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കാര്യം BJP മറുപടി പറയും. പക്ഷേ CPM-നെ ഭീഷണിപ്പെടുത്താനൊന്നും ശ്രീ VD സതീശൻ വരേണ്ട കാര്യമില്ല. ഞാൻ അത്രയും എടുത്തു പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ.